ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും എന്നെ മറന്നോ? കുറേ ദിവസമായില്ല ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ട്. നിങ്ങൾ മറന്നു കാണും, എനിക്കറിയാം, സ്വാഭാവികം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് കാലമായി എടുത്തു വെച്ചാൽ കേട്ടോ. എനിക്ക് തോന്നുന്നു നോമ്പിൻ്റെ മുന്നൊക്കെ എടുത്തു വെച്ചായിരുന്നു. നോമ്പൊക്കെ ആയപ്പോൾ പിന്നെ എല്ലാം കൂടി ഒരു ടയർഡ്നെസ്സൊക്കെ ആയി നോക്കുമ്പോൾ വീഡിയോ ഇടയിൽ കുറച്ച് കുറഞ്ഞു. കുറച്ചല്ല, നല്ല അധികം കുറഞ്ഞു. ഷോർട്സ് മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് വല്ലാത്തൊരു മടിയായി. നമ്മൾ കുറച്ചിങ്ങനെ വിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മടി പിടിക്കുമല്ലോ. പിന്നെ പിന്നെ ആ ഒരു ട്രാക്കിലേക്ക് വരാൻ കുറച്ചധികം സമയമെടുക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൻ്റെ ഇടയിലായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഇന്നലെ രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ അതന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. ചാനൽ എന്തായാലും നമ്മളിങ്ങനെ മോണിറ്റൈസേഷനൊക്കെ ആക്കി കഴിഞ്ഞു. അപ്പോൾ പിന്നെ അത് വെറുതെ കളയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസം നോമ്പിൻ്റെ മുന്നേ എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ ആ നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കുറച്ച് നമ്മൾ കിച്ചണിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് പഴയതൊക്കെ ഒന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. ഒരു 5-8 വർഷം പഴക്കമുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പുതിയത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൽ ഒന്ന് രണ്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റാൻഡ്. ഇത് ഞാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനെ കയറ്റി വെക്കാമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കബോർഡിനെ ഷെൽഫുകളിലൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നൊരു സ്റ്റാൻഡ്. എന്താണ് നമ്മുടെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ ഹോം സെൻറ്ററിൽ നിന്നാട്ടോ വാങ്ങിച്ചത്. അതുപോലെ ഇപ്പോൾ ഈ കാണുന്ന കണ്ടെയ്നേഴ്സൊക്കെ അതെല്ലാം ഹോം സെൻറ്ററിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അവിടെ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചതായിരുന്നു. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ഡീറ്റെയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ ഫുള്ളായി കാണാനായിട്ട് മുന്നേ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ കമൻറ്റ്സ് അറിയിക്കാം. പിന്നെ ഇതിൻ്റെയൊക്കെ ലിങ്ക് പറ്റുകയാണെങ്കിൽ, എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാനൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അങ്ങനെ ലിങ്ക് ഇടാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഓർമ്മയില്ല. കുറേ എന്തൊക്കെയോ ചേഞ്ചസൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ ഇടാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിത് പഞ്ചസാരയും കാപ്പിയും അതുപോലെ തന്നെ നമ്മുടെ ചായപ്പൊടി, അങ്ങനെ 3 കണ്ടെയ്നേഴ്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിത് കണ്ടുവെക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഇഷ്ടം തോന്നി കേട്ടോ, ഈ ഒരു കളറിനോടും. പിന്നെ അതിൻ്റെ മേലെ എഴുതിയിട്ടുള്ള ആ ഒരു ഇതിലത് പ്ലാസ്റ്റിക്കിലല്ല, നമ്മുടെ ഈ എന്താ പറയുക, സ്റ്റീലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്തായാലും പ്ലാസ്റ്റിക്കും അല്ല, നമ്മുടെ ഗ്ലാസ്സും അല്ല, ആ ടൈപ്പാണ്. പിന്നെ ഞാൻ കുറച്ച് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൽ പല സൈസിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടിക്ക് വേണ്ടി ഒരു സൈസ്. പിന്നെ നമ്മുടെ ചെറിയ ചെറിയതുണ്ട്, ഒരു 50 ഗ്രാമൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയത്, കടുക്, പെരുംജീരകം, അങ്ങനത്തെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടും ഇതേപോലെ സൈസ് കുറഞ്ഞിട്ടുള്ള കണ്ടെയ്നർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേറൊരു നീളത്തിൽ, ഇതിൻ്റെ തന്നെ 3 തരത്തിലുള്ള ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈപ്പിൽ. അപ്പോൾ പഴയതൊക്കെയാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ കയ്യിലേക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എടുത്ത് കളയണമൊന്നുമില്ല കേട്ടോ. വേറെ കുറച്ച് സാധനങ്ങൾ അതിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ എടുക്കാത്ത കുറച്ച് ഐറ്റംസൊക്കെ അതിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇത് ഉള്ളി ഇട്ട് വെക്കുന്നതാണ്, സവാള ഇട്ട് വെക്കുന്ന കണ്ടെയ്നർ കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം ഒരു 3 കിലോ ഉള്ളി ഇതിലിട്ട് വെക്കാം. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റാൻഡൊക്കെ അതൊക്കെ ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആയല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ, കണ്ടെയ്നേഴ്സിലൊക്കെയാണല്ലോ ഇട്ട് വെക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അടച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ അധികം ഇതുപോലത്തെ അധികം സ്പേസ് പോലെ നമുക്ക് ഏതെങ്കിലും ഷെൽഫിൻ്റെ ഉള്ളിൽ വെക്കാനും പറ്റും. പിന്നെ അതിൻ്റെ എയർ പോകാൻ വേണ്ടി ഹോൾസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ അടഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ഈർപ്പം വന്നിട്ട് കേട് വരുന്ന ആ ഒരു ഇതുണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വെളുത്തുള്ളി ഇട്ട് വെക്കാനൊരു ബോട്ടിൽ. അത് അതിനെക്കാട്ടി ചെറുതാണ്, എന്നാലും അതിലും 1 കിലോനൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. അത്യാവശ്യം കുറച്ചൊക്കെ വലുപ്പമുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ സൈസ് മനസ്സിലുണ്ടാവും. അത് പിന്നെ വലുപ്പത്തിലും ഏകദേശം ഒന്നാണ്. പക്ഷേ ആ ഒരു അതിൻ്റെ എന്താ പറയുക, ഉള്ളിൽ വരുന്ന എന്താ പറയുക, അതിന് മാത്രം കുറച്ച് വ്യത്യാസമുള്ളൂ കേട്ടോ. അതായത് അതിൻ്റെ കപ്പാസിറ്റിക്ക് മാത്രം കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഓയിൽ ഒഴിക്കുന്ന ഒരു സംഭവം കൂടി വാങ്ങിച്ചു, ഓയിൽ ഡിസ്പെൻസർ എനിക്ക് പറയാം. അതും ഞാൻ നേരത്തെ കാണിച്ചില്ല, ഗ്ലാസ് കണ്ടെയ്നേഴ്സ്, അതിൻ്റെയൊക്കെ ഒരു ഇത് തന്നെയാണ്. അത് ഞാൻ ഇവിടുന്ന് അടുത്തൊരു നമ്മുടെ ഡേ ടു ഡേ എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നോമ്പിൻ്റെ മുന്നേ ഒന്ന് വാങ്ങിച്ചത്. ചെറുതായിട്ടൊക്കെ ഒരു ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാനിതാ എൻ്റെ ഈ ഒരു പാൻട്രി, ഇതൊരു ഒരൊറ്റ കബോർഡ്, ഒരു 4 ഷെൽഫ് വരുന്നതാണ്. 4 തട്ടായിട്ട് വരുന്ന ഒരു ഇതാണ്. അപ്പോൾ ഞാൻ അതിൽ ഇതേപോലെ ഇങ്ങനെ
എൻ്റെ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈസിലി ആക്സസിബിൾ ആണ് ഇതൊക്കെ എടുക്കാൻ. നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുക്കാനും അതിനൊക്കെ ആക്സസിബിൾ ആയിട്ടുള്ള സംഭവമാണ് ഇത്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ആ ഒരു കബോർഡ് ഉണ്ടല്ലോ, അത് അലുമിനിയത്തിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് ശരിക്കും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക്. നമുക്ക് ഈ അധികം സ്പേസ് ഒന്നും ഇല്ലാത്ത കാര്യം കൊണ്ട് കുറേ കാലം കേടുവരാതെ നിൽക്കുകയും ചെയ്യും ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതാണ് ആ ഒരു സംഭവം. അപ്പോൾ ഞാൻ അതിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. ഇതിനൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഐറ്റംസ് ഒക്കെ ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.